രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം വരുമ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്ത സ്ത്രീ എന്ന് പറയുന്നത് ശ്രീനാദേവി കുഞ്ഞമ്മയാണ്. അന്നു മുതൽ തന്നെ അവർക്കെതിരെ അവർ CPM-ൽ നിൽക്കുന്ന സമയത്തും അത് കഴിഞ്ഞ് കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ പോലും ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും അപകീർത്തി പരാമർശങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴും ശ്രീനാദേവി കുഞ്ഞമ്മയെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമെല്ലാം തണുക്കുമ്പോഴും ശ്രീനാദേവി കുഞ്ഞമ്മയെ പിന്തുടർന്ന ചില ആളുകളുണ്ട്, അല്ലെങ്കിൽ അവരെ സമൂഹത്തിന് മുന്നിൽ അപകീർത്തിപ്പെടുത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ രാജൻ ജോസഫ് തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മയുമായി ബന്ധപ്പെട്ട് വളരെ മോശമായ രീതിയിൽ പോസ്റ്റുകളൊക്കെ ഇടുകയും വീഡിയോകളൊക്കെ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ കേസ് കൊടുക്കുകയും അറസ്റ്റിലാവുകയും ചെയ്തു. അറസ്റ്റിലായി പിന്നെ പുറത്തിറങ്ങിയിട്ട് വീണ്ടും അതേ കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീയെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തതിനു ശേഷവും അത് അവസാനിപ്പിക്കാതെ അധിക്ഷേപിക്കാൻ വേണ്ടിയുള്ള എന്ത് തെറ്റാണ് അവർ ചെയ്തതെന്നൊരു ചോദ്യമുണ്ട്. യൂട്യൂബർമാർക്കൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തും കാണിക്കാമെന്നൊരു ഭാവം, ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് ഗുണവും ദോഷവും ഉണ്ടെന്ന് പറയുമ്പോൾ അറസ്റ്റ് ചെയ്തിട്ടും എന്തും കാണിക്കാമെന്ന ഒരു ഭാവമല്ലേ ഇതിന്റെയൊക്കെ പിന്നിൽ? തീർച്ചയായിട്ടും രാജൻ ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹം മാധ്യമ പ്രവർത്തകനാണോ എന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ മാധ്യമ പ്രവർത്തകരാവണമെന്നൊന്നുമില്ല ഒരു കാര്യത്തെ വിശകലനം ചെയ്യുന്നത്. അദ്ദേഹം രാഷ്ട്രീയ സാമൂഹിക വിമർശകനാണ്, കാര്യങ്ങൾ പറയാറുള്ള ആളാണ്. പക്ഷെ നാവിനെല്ലില്ലാത്ത വിധത്തിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക എന്നുള്ളതാണ് രാജൻ ജോസഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പല ആളുകളെ പറ്റിയും അദ്ദേഹം എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ഇപ്പോ മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ ഇളമരം കരീമും തമ്മിൽ എന്താണ് ഒരു ഗേ റിലേഷൻഷിപ്പാണ് ഉള്ളത് എന്ന് വിളിച്ചു പറഞ്ഞ ആളാണ് ഈ രാജൻ ജോസഫ്. അവർ തമ്മിൽ എന്തോ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഇത് വിളിച്ചു പറയാൻ രാജൻ ജോസഫിന് എന്താണ് അധികാരം ഉള്ളത്? അത് നമ്മൾ ആലോചിക്കണ്ടേ. ഇതൊക്കെ അപകീർത്തികരമായ പരാമർശങ്ങളാണ്. ഒരാൾക്കെതിരെ സാമൂഹിക രാഷ്ട്രീയ വിമർശനം നടത്താനുള്ള എല്ലാ അധികാരങ്ങളും ഒരു സാമൂഹ്യ നിരീക്ഷകന് അല്ലെങ്കിൽ ഒരു മനുഷ്യനുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു മനുഷ്യന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ കടന്നു കയറിക്കൊണ്ട് അവരെ ലൈംഗികമായി അധിക്ഷേപിക്കുക, അവരെ മോശം പരാമർശങ്ങൾ നടത്തുക, അവരെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ സഭ്യകരമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുക, ഇതൊക്കെയാണ് രാജൻ ജോസഫ് ചെയ്തുകൊണ്ടിരുന്നത്. രാജൻ ജോസഫ് ഞാൻ കരുതുന്നതനുസരിച്ച് അദ്ദേഹം നല്ലൊരു മദ്യപാനിയാണ്. അദ്ദേഹം മദ്യപിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്നെ വ്യക്തിപരമായി എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമല്ല. അദ്ദേഹത്തിന് അതിനുള്ള അർഹതയും സ്വാതന്ത്ര്യവും ഉണ്ട്. പക്ഷേ അദ്ദേഹം മദ്യപിച്ചുകൊണ്ട് ചാനൽ റൂമുകളിൽ വന്നിരുന്നു കൊണ്ട് പറയുന്ന വാചകങ്ങൾ എത്രത്തോളം അപകടകരമാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന CPI-യുടെ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന വനിത റിപ്പോർട്ടർ ചാനൽ അവരെ വിളിച്ചുകൊണ്ട് നിങ്ങളെ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. ഏതെങ്കിലും ഒരു ചാനൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാമോ? ഇപ്പം നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ ഓൺലൈൻ ചാനലുകളെ കുറിച്ച് ചില അതായത് രജിസ്ട്രേഷൻ ഒന്നും ഇല്ലാത്ത ഓൺലൈൻ ചാനൽ, വെറും ഒരു മൊബൈലൊക്കെ എടുത്ത് വെച്ച് നടത്തുന്ന സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഒരുപാട് ചാനലുകളുണ്ട്. അത്തരം ചാനലുകളിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ രജിസ്ട്രേഷൻ ഉള്ള ഓൺലൈൻ ചാനലുകളും രജിസ്ട്രേഷൻ ഇല്ലാത്ത ഓൺലൈൻ ചാനലുകളും ഒക്കെ, അതായത് ആധികാരികമായി നല്ല നിലവാരമുള്ള ചാനലുകളുണ്ട്, അല്ലാത്ത ചാനലുകളുമുണ്ട്. അത്തരം ചാനലുകളിൽ ഇരുന്നു കൊണ്ട് എന്ത് തോന്നിവാസവും വിളിച്ചു പറയാം എന്നുള്ള നിലയിലേക്കാണ് ഈ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഈ റിപ്പോർട്ടർ ചാനൽ അവരെ വിളിച്ചുകൊണ്ട് ചോദിച്ചത് ഇങ്ങനത്തെ ഒരു ചോദ്യമാണ്. ആ ചോദ്യം കേട്ടതോടുകൂടിയാണ് അവർക്ക് വലിയ പ്രയാസം ഉണ്ടാകുന്നത്. കാരണം എനിക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഞാൻ പറയും, ഒരു തരത്തിലും പരാതികളില്ല. ഇവർ നാട് നീളെയുള്ള സ്ത്രീകളെ വിളിച്ചിട്ട് നിങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അപ്പൊ എന്താണ് ഈ ചാനലിന്റെ ഈ അവരുടെ പിന്നിൽ ലക്ഷ്യം എന്താണ്? അവർക്ക് കൃത്യമായി രാഷ്ട്രീയ അജണ്ട ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അദ്ദേഹം കോടതിയിൽ പ്രൂവ് ചെയ്യട്ടെ. പക്ഷെ ഏറ്റവും ഒടുവിൽ വന്ന കോടതിയുടെ പരാമർശം അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് കോടതി മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല ചോദ്യങ്ങൾക്കും പ്രോസിക്യൂഷൻ ഉത്തരമില്ല. എന്തുകൊണ്ട് ഈ കേസ് എടുത്തു, എന്തുകൊണ്ട് ഈ സാഹചര്യത്തിൽ അവിടെ ഈ പറയുന്ന കുട്ടി ഉണ്ടായി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പലതിനും എന്തുണ്ടായിരുന്നില്ല, പ്രോസിക്യൂഷൻ ഉത്തരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോടതി വളരെ ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ചില പരാമർശങ്ങൾ നടത്തിയത് ഇപ്പൊ അടുത്താണ്. ആ കേസിന്റെ ഭാഗത്തുനിന്ന് പോട്ടെ, ഈ ശ്രീനാദേവി കുഞ്ഞമ്മയുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ചില ഇടപെടലുകളുമായി ബന്ധപ്പെട്ട്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ അവർ സ്ട്രോങ് ആയി രംഗത്ത് വരികയും ഇത്തരത്തിലുള്ള ചാനലുകൾ ഇത്തരം ഈ ലൈംഗികപരമായ കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അപസർപ്പക കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞ സ്ത്രീയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. അവരെ പച്ചയ്ക്കാണ് ലൈംഗിക അധിക്ഷേപം നടത്തിയത് രാജൻ ജോസഫ് വന്നിരുന്നു കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെയും ഷാഫിയെയും അതുപോലെ തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മയെയും ഒക്കെ അങ്ങ് മഹാമോശം, ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള വ്യക്തിഹത്യ നടത്തുകയുണ്ടായത്.
അന്ന് ആരാണ് ഭരിക്കുന്നത്? പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത്. പിണറായി വിജയന്റെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഇത്രയേറെ സ്ത്രീപക്ഷ ഗവൺമെന്റ് ആണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇത്രയേറെ നാറിയ വർത്തമാനം പറഞ്ഞിട്ട് അവർക്കെതിരെ ഒരു അക്ഷരം പോലും എന്ത് ചെയ്തിട്ടില്ല, മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല കേസ് കൊടുത്തിട്ട് പോലീസ് നടപടി എടുത്തില്ലെന്നേ. അതായത് രാജൻ ജോസഫിനെ, അതായത് ഈ റിയാസിനെയും ഇളമരം കരീമിനെയും കുറിച്ച് സംസാരിച്ച ആളാണ്, മനസ്സിലാക്കണം. ഏത് സഭ്യകരമല്ലാത്ത സംസാരിച്ച ആളാണ്. അങ്ങനെയുള്ള ആളെ CPM എന്ത് ചെയ്തു? CPM സപ്പോർട്ട് ചെയ്തു, CPM സഹായിച്ചു. ഒടുവിൽ രാജൻ ജോസഫ് ആദർശ് മുക്കട എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയും അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുകയും അതായത് ആക്രമിക്കുകയും ചെയ്ത സമയത്ത് അതിനെതിരെ കേസ് കൊടുത്തു. 21 ദിവസമാണ് ഇയാൾ ഒളിയിൽ പോയത്. എന്നിട്ട് പിന്നെ മുൻകൂർ ജാമ്യം തേടിയിട്ട് തിരിച്ചു വന്നു. മുൻകൂർ ജാമ്യം കിട്ടി തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ഇവിടെ ഉണ്ട്, എന്നെ അറസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ വീരവാദം മുഴക്കിയപ്പോഴാണ് അടൂരിൽ ശ്രീനാദേവി കുഞ്ഞമ്മ കൊടുത്ത കേസിനകത്ത് ഈ രാജൻ ജോസഫ് അറസ്റ്റിലാവുന്നത്. അങ്ങനെ അറസ്റ്റിലായതിനു ശേഷം അവിടെ എത്തിച്ച രാജൻ ജോസഫിന് അവിടുത്തെ സെല്ലിൽ പോയി ശ്രീനാദേവി കുഞ്ഞമ്മ കണ്ടു, സുഖമല്ലേ എന്ന് ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. അതൊരു മധുര പ്രതികാരം തന്നെയാണ്. കാരണം നമ്മളെ കാലങ്ങളായി അസഭ്യം പറയുകയും ഇതിലൊരു നീതി കിട്ടുന്നില്ല എന്ന് കരുതി പിണറായി വിജയന്റെ സർക്കാർ ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്ത സമയത്ത് ഈ ഗവൺമെന്റ് വന്നിട്ട് ഒരു നടപടി എടുക്കുമ്പോൾ അത് ആരായാലും ഒന്ന് പോയി കാണണം എന്ന് തോന്നും. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഒരു പെണ്ണാണ്, ഒരു സ്ത്രീയെ എന്തും പറഞ്ഞ് ആക്രമിച്ച് കളയാം, ഇല്ലാതാക്കി കളയാം എന്നൊക്കെ പറയുന്നതിന്റെ എതിരായിട്ടുള്ള ഒരു സ്ത്രീയുടെ പ്രതികരണമാണ് അവിടെ കണ്ടത്. അവരവരുടെ നിലപാട് മാത്രമാണ് പറഞ്ഞത്, അല്ലാതെ അവർ മോശമായി ആദ്യമൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അവരുടെ നിലപാട് എന്താ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആരെയും മോശമായി പരാമർശിക്കുകയോ അല്ലെങ്കിൽ വിളിച്ച ചാനലിന്റെ പേര് പറയുക അല്ലെങ്കിൽ വിളിച്ച മാധ്യമ പ്രവർത്തകരുടെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനം ഒന്നും പേര് പറയുക, അത്തരത്തിലൊന്നും അവർ ചെയ്തില്ല. അപ്പോൾ നിലപാട് പറയുക അല്ലെങ്കിൽ നിലപാട് പറയുന്നവരൊക്കെ സൈബർ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കേരളം മാറിയെന്ന് കൂടിയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു നിലപാടുള്ള ആളുകൾക്കെതിരെ സൈബർ ആക്രമണമാണ് ഇവിടെ. അത് ആളുകൾക്ക് സഹിക്കില്ല. എന്തെങ്കിലും എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് 4 ഫോൺ കയ്യിലുണ്ടെന്ന് കരുതിയിട്ട് എന്തും പറയാം. വീട്ടിന്റെ അകത്തിരുന്ന് പിന്നെ എന്താണ് ഭക്ഷണവും കഴിച്ച് ഏമ്പക്കവും വിട്ട് മലർന്ന് കിടന്നിട്ട് ഈ ഫോണിൽ പിന്നെ കമന്റ് ഇടും. ഇതാണ് ഇവരെയൊക്കെ പരിപാടി. അല്ലാതെ സമൂഹത്തിന് വേണ്ടി ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും ചെയ്യുകയോ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ ഒന്നുമില്ല. അവനൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള പേരിൽ എന്ത് തോന്നിവാസവും വിളിച്ചു പറയാമെന്നുള്ള നിലയിലേക്കാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. ഇനി ഇതിനെതിരെ നടപടി എന്തെങ്കിലും നിയമം പാസ്സാക്കിയാലോ അപ്പൊ പറയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ വരും ആളുകൾ. എന്ത് തന്നെയായാലും ഈ അവിടെ പോയിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അവിടെ ഈ രാജൻ ജോസഫിന് തല്ല് കിട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അന്ന് ജഡ്ജിയുടെ മുമ്പിലേക്ക് ഇദ്ദേഹത്തെ ഹാജരാക്കിയ സമയത്ത് അദ്ദേഹം ജാമ്യം കൊടുക്കുന്നു. കാരണം ഇത്തരത്തിലൊരു കേസാണ്, ഒരാളെ അപകീർത്തിപ്പെടുത്തിയ കേസാണ്. അപകീർത്തിപ്പെടുത്തിയ കേസിന് കോടതി പ്രത്യേകിച്ചിട്ട് മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെ നിലയിലുള്ള എല്ലാ ഇതും കൊടുത്തുകൊണ്ട് അങ്ങനെയാണ് നമ്മുടെ നിയമം അങ്ങനെയാണ്. കാരണം സത്യം വിളിച്ചു പറയുന്ന ചില മാധ്യമ പ്രവർത്തകരെയൊക്കെ വല്ലാതെ പിന്നെ ഭീഷണിപ്പെടുത്തി അകത്താക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എന്ത് ചെയ്താലും മാധ്യമപ്രവർത്തകർക്ക് ഒരു കൺസേൺ കോടതി കൊടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നു. ജാമ്യം കിട്ടി തിരിച്ചു വന്നതിന് ശേഷം ഈ ചാനലിൽ ഇരുന്നു കൊണ്ട് ഈ രാജൻ ജോസഫും മറ്റൊരു മാധ്യമ പ്രവർത്തകരും ചേർന്നുകൊണ്ട് പുലഭ്യം പറയുകയാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഫെനി നൈനാൻ എന്ന് പറയുന്ന ആളെ മഹാമോശമായിട്ടാണ് ആ ചാനൽ ഉടമ പറയുന്നത്. എനിക്ക് ആ ചാനൽ ഉടമയുടെ വ്യക്തിപരമായ ഒരു പ്രശ്നമില്ല, പക്ഷെ അയാൾ പറഞ്ഞത് ശരിയല്ല, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ രാജൻ ജോസഫ് അന്നും ഈ ശ്രീനാദേവി കുഞ്ഞമ്മയെ വളരെ മോശമായിട്ട് പറയുകയും ഫേസ്ബുക്കിൽ എന്നെ ആരും തല്ലിയിട്ടില്ല, ഞാൻ തിരിച്ചു തല്ലും, എൻ്റെ കൂടെ ഒരുപാട് ആളുകളുണ്ട്, അവർ എനിക്ക് പണം മുടക്കാൻ തയ്യാറാണ്, ഞങ്ങൾ ഒരു പറ്റം ആളുകളാണ് ഇതിന്റെ പുറകിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുകയാണ്. ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ട് ഇരിക്കുന്ന സമയത്താണ് വീണ്ടും അവർ പരാതി കൊടുക്കുന്നതും വീണ്ടും അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതൊരു വല്ലാത്ത അറസ്റ്റായി പോയി. കാരണം ഈ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടാകുമെന്ന് പേടിച്ചുകൊണ്ട് 3ഓളം സ്റ്റേഷനുകൾ മാറിയാണ് ഇയാളെ കൊണ്ടുപോയത്. ആദ്യം ഈ പറയുന്ന അടൂരേക്ക് കൊണ്ടുപോകാതെ മറ്റൊരു 12 സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി, അവിടെ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി, പിന്നീടാണ് അടൂർ സ്റ്റേഷനിൽ എത്തിക്കുന്നത്. അവിടെ നിന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഇയാൾ പറഞ്ഞത് ഈ പോലീസ് കസ്റ്റഡിയിൽ വിട്ടാൽ മർദ്ദനം ഉണ്ടാകും എന്ന് പറഞ്ഞു. ആ സമയത്ത് പിന്നെ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ അഭിഭാഷകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇയാളിട്ടൊരു പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റ്, എന്നെ ആരും മർദ്ദിച്ചിട്ടില്ല, എനിക്ക് തിരിച്ചു കൊടുക്കാൻ അറിയാം, ഞാൻ അവരെ തട്ടും ഇവരെ തട്ടും എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റാണത്. ആ പോസ്റ്റ് കോടതിയിൽ കാണിക്കുകയാണ്. അങ്ങനെയാണ് 14 ദിവസത്തെ റിമാൻഡിൽ കോടതി വിടുന്നത്. ഈ 14 ദിവസത്തെ റിമാൻഡ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രശ്നമാണ്. കാരണം അപ്പൊ തന്നെ അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. അത് ടെൻഷൻ കൊണ്ടല്ല, കാരണം വിഡ്രോവൽ സിൻഡ്രോമാണ് ഇദ്ദേഹത്തിന് ഉള്ളതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം എല്ലാ സമയവും മദ്യപിക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് പറ്റിയതാണ്. ഞാൻ പറയുന്നത് ഇദ്ദേഹത്തെ പോലെ ഒരാളെ മദ്യം വാങ്ങിക്കൊടുത്ത് തങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ട് കുറെ ആളുകൾ പറയിപ്പിക്കുകയാണ്.
ഇദ്ദേഹത്തിന് ഫാമിലിയെക്കുറിച്ചോ അല്ലെങ്കിൽ തന്റെ സ്വന്തം ശരീരത്തെക്കുറിച്ചോ സ്വന്തം ഈ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ഒരു ബോധ്യവും ഇല്ല. മാത്രമല്ല, നമ്മൾ വിമർശനം ഉന്നയിക്കുമ്പോഴും സാമൂഹ്യ വിമർശനം ഉന്നയിക്കുമ്പോഴും എന്ത് സത്യങ്ങൾ വിളിച്ചു പറയുമ്പോഴും അത് ലൈംഗികപരമായിട്ടുള്ള അപവാദങ്ങളോ ഒരു സ്ത്രീയെ അപമാനിച്ചുകൊണ്ടുള്ളതോ രാജ്യസുരക്ഷയ്ക്കെതിരായിട്ടുള്ള കാര്യങ്ങളോ രാജ്യത്തെ ഭരണാധികാരികളെ വ്യക്തിഹത്യ ചെയ്യുന്നതോ ആയിരിക്കരുത് എന്നുള്ള മിനിമം പാഠമെങ്കിലും പഠിച്ചിട്ട് വേണം നമ്മൾ സാമൂഹ്യ നിരീക്ഷകനൊക്കെ ആയിട്ട് ചാനലുകളിൽ പോയിരിക്കാൻ വേണ്ടിയിട്ട്. അത് ഇദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ് കാര്യം. എന്ത് തന്നെയായാലും തുടർച്ചയായി ഒരു കേസിന്റെ പുറകെ പോയി പരാതി കൊടുത്ത് ഇയാളെ പോലുള്ള ആളുകളെ ജയിലിനകത്തിട്ട്, ഇനിയിപ്പോ ഈ 14 ദിവസം റിമാൻഡ് ആണെങ്കിൽ ഒരു 7 ദിവസമെങ്കിലും അയാൾക്ക് ജയിലിനകത്ത് കിടക്കേണ്ടി വരും. വിഡ്രോവൽ സിംറ്റം വരും. ഈ വിഡ്രോവൽ സിംറ്റം വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് തലവേദന, നെഞ്ചുവേദന തുടങ്ങിയ പല സാധനങ്ങളും വരും. ഭാഗ്യമുണ്ടെങ്കിൽ ഇയാൾ ആ ജയിലിനകത്ത് വെച്ച് എന്ത് ചെയ്യും, ഈ സൈക്കാട്രിസ്റ്റും അതുപോലത്തെ ആളുകളും ഒക്കെ വെച്ചുകൊണ്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള സമയമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഈ മദ്യപിക്കുന്നതിനെതിരായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആ ജയിലിനകത്ത് വിഡ്രോവൽ സിംറ്റത്തിനെതിരെയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. അങ്ങനെയെങ്കിലും ഇയാൾ ഈ വെള്ളമടിയും കാര്യങ്ങളും മറ്റുള്ളവരുടെ ചട്ടുകങ്ങളായി മാറുന്ന കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട്, നമ്മളിപ്പം സത്യസന്ധമായിട്ടും ഒരാൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നതിന് എന്താണ് പ്രശ്നം? രാഹുൽ മാങ്കൂട്ടത്തിന് വിമർശനം ഉന്നയിക്കാം, ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ വിമർശനം ഉന്നയിക്കാം, പിണറായി വിജയനെതിരെ ഉന്നയിക്കാം, വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കാം. പക്ഷെ ഈ വിമർശനങ്ങളിലെല്ലാം സഭ്യത വേണം, രാഷ്ട്രീയ വിമർശനങ്ങളായിരിക്കണം. അഴിമതിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ആണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയണം. അപ്പൊ അവർക്കും എന്തുണ്ടാവും, അവർക്കും ഒരു വ്യക്തിപരമായിട്ട് പൊള്ളില്ല, രാഷ്ട്രീയപരമായിട്ടാണ് കാണുന്നത്. നമ്മൾ ഒരാളെ വ്യക്തിപരമായി പേഴ്സണലായി അയാളുടെ ഒരു സ്വഭാവ ദൂഷ്യമായി അവതരിപ്പിക്കുക, അയാൾക്ക് ഇന്ന ആളുകളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുക, പെട്ടെന്ന് എളുപ്പം ഈ അപസർപ്പക ലൈംഗിക കഥകൾ എന്ന് പറയുന്നത് ഈ മലയാളികൾ, പ്രബുദ്ധ മലയാളി എന്ന് പറയുന്നവൻ മറ്റുള്ള വീട്ടിൽ നിന്ന് നടക്കുന്നുണ്ട് നോക്കി നടക്കുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ. എല്ലാ മലയാളികളെ പറ്റിയല്ല പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുകൾക്കിടയിലേക്ക് ഇതങ്ങ് ഇട്ടുകൊടുക്കുകയാണ്. പിന്നെ ഈ പറയുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന പൊതുപ്രവർത്തകയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത ഒരു സമയം വന്നിരുന്നു. അവരെ ബുദ്ധിമുട്ടിച്ചിരുന്നു. പക്ഷെ അവർ എന്താണ്, നമ്മൾ പറയല്ലോ, എത്ര ചില ആളുകളെ അങ്ങ് ഈ അഗ്നിയിൽ കുരുത്തതാണ് വെയിലത്ത് പാടില്ല, തീയിൽ കുരുത്തതാണ് വെയിലത്ത് പാടില്ല എന്ന് പറയുന്ന പോലെ അവർ തിരിച്ചു വന്നതാണ്. അത്രയും അപമാനം സഹിച്ചുകൊണ്ട് ഒരു പെണ്ണ് എന്ന നിലയിൽ പോലും ആയിട്ടും അവർ വീണ്ടും തിരിച്ചു വന്ന് മത്സരിച്ച് വീണ്ടും ആയില്ലേ ഈ പറയുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ. അതിനെതിരെ പോരാടി. ഇതുപോലെ ഓരോ സ്ത്രീയും പോരാടാൻ തയ്യാറായാൽ ഇവിടുത്തെ ഒരു പരിധി വരെ എന്ത് ചെയ്യും, ഇവിടുത്തെ തോന്നിവാസങ്ങൾ നിൽക്കും. പക്ഷെ അവിടെ ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. ഈ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് ഒരു പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് പോലീസ് കേസെടുക്കും. മറ്റു പലരും കേസെടുക്കാൻ പറഞ്ഞാൽ അത് എടുക്കാറില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കുന്നു. എങ്കിൽ പോലും രാജൻ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് ശുദ്ധ തോന്നിവാസമാണ്. അതിനെതിരെ നടപടി എടുത്ത ശ്രീനാദേവി കുഞ്ഞമ്മയെ അഭിനന്ദിച്ചാലും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നുള്ള എന്റെ ഒരു അഭിപ്രായം. അല്ല, അദ്ദേഹം ഇനി പുറത്തിറങ്ങുമ്പോൾ ഇതേ നിലപാട് തന്നെ എടുക്കില്ല എന്ന് നമുക്ക് പറയാനാകില്ലല്ലോ. അല്ല, വീണ്ടും അങ്ങനത്തെ ഒരു നിലപാട് അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ളത് അദ്ദേഹം മനസ്സിലായിക്കോട്ടെ. കാരണം കോടതിക്ക് വിവരമില്ലാത്ത കോടതിയൊന്നും അല്ലല്ലോ. കാരണം ഈ ജാമ്യം കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. കോടതിയുടെ വ്യക്തിപരമായ വിവേചന അധികാരമാണ് ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇത്തവണ കൂടി ഒരാഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ ജാമ്യം കിട്ടും, അല്ല 4-5 ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടാം. ജാമ്യം കിട്ടി പുറത്തിറങ്ങി വീണ്ടും ഇതേ വർത്തമാനം പറഞ്ഞാൽ, ഇതേ സംസാരിച്ചാൽ കോടതി ജാമ്യം കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല. 90 ദിവസം അകത്ത് കിടക്കും. 90 ദിവസം അകത്ത് കിടത്ത് അതിന്റെ ഇടയ്ക്ക് പുത്തപത്രം കൊടുത്താൽ പിന്നെയും കിടക്കും അകത്ത്. ആ കേസിന്റെ വിധിയും വന്നതിന് ശേഷം വീണ്ടും അകത്ത് കിടന്നേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഇത് കോടതികളും നിയമങ്ങളും ഒക്കെ നമ്മളിപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്താൽ 2-3 ദിവസം കൊണ്ട് ജാമ്യം കൊടുക്കുന്നത് അയാൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ്. പിന്നെയും അയാൾ ആ തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ കോടതിയെയും നിയമവ്യവസ്ഥയും ഭരണഘടനയും കൊഞ്ഞനം കുത്തുമ്പോൾ അയാളെ സംരക്ഷിക്കാൻ ഈ പുറകിൽ നിന്ന് ചുടുചോറ് വാരിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം രാജൻ ജോസഫിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കിയാൽ നല്ലതാണ്. എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. പണ്ടൊരു നല്ല സാമൂഹ്യ വിമർശകനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. തന്റെ ഇടമുള്ള സ്ത്രീയാണ് ശ്രീനാദേവി. അതുപോലെ തന്നെ തന്റെ ഇടമുള്ള ഇത്തരത്തിലുള്ള സ്ത്രീകൾ മുന്നോട്ട് വന്നാൽ മാത്രമാണ് സ്ത്രീ സമൂഹത്തിനെതിരായി കൊണ്ട് ഇത്തരം വൃത്തികേടുകൾ, എന്ത് സ്ത്രീ സമൂഹം, ഷാഫി പറമ്പിലിനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും മുഹമ്മദ് റിയാസിനെതിരെയും എളമരം കരീമിനെതിരെയും ഇയാൾ ഈ വൃത്തികേടുകളല്ലേ പറഞ്ഞത്? ഇത്തരം വൃത്തികളല്ലേ? അവരൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. അതായത് ഷാഫി പറമ്പിൽ ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല, റിയാസ് കേസ് കൊടുത്തില്ല, എളമരം കരീം കേസ് കൊടുത്തില്ല, രാഹുൽ മാങ്കൂട്ടത്തിലും കേസ് കൊടുത്തില്ല. പക്ഷെ അവരൊന്നും കാണിക്കാത്ത ധൈര്യം ശ്രീനാദേവി കുഞ്ഞമ്മ കാണിച്ചു എന്നുള്ളത് വളരെ പ്രശംസിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്.